നമസ്കാരം. പ്രഥമ സീസണിലെ ജേതാക്കളായ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് വളരെയധികം തന്നെ പരിതാപകരമായ IPL സീസണാണ് ഇപ്പോഴിതാ കടന്ന് മുന്നിൽ കൂടി പോകുന്നത്. എന്ത് ചെയ്തിട്ടും ഒരു ഗതിയും പിടിക്കാതെ നിൽക്കുന്നത് പോലെയാണ് ടീം എന്നാണ് ട്രോളുകൾ നിറയുന്നത്. പല രീതിയിൽ മാറ്റിയും മറിച്ചുമൊക്കെ ചെയ്തു നോക്കിയിട്ടും ആ ടീമിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നതാണ് കാണാൻ സാധിക്കുന്നത്. പ്ലേ ഓഫിൽ കടക്കാനാകില്ലെന്ന് മാത്രമല്ല, പോയിന്റ് പട്ടികയിൽ പോലും ഇനി അവസാന സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും ആശങ്ക. ഈ ഒരു ആശങ്ക റോയൽസിൻ്റെ ഇടയിലുമുണ്ട്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് സഞ്ജു സാംസണും സംഘവും ഇപ്പോൾ ഉള്ളത്. 12 മത്സരങ്ങളിൽ വെറും 3 എണ്ണമാണ് റോയൽസിന് ഇത്തവണ വിജയിക്കാനായതെന്ന് പറയുന്നു. പ്ലേ ഓഫ് ഒക്കെ കാണാതെ രാജസ്ഥാൻ റോയൽസ് പോകുന്നത് ആദ്യമായിട്ടായിരിക്കും. ശേഷിച്ച 9 കളിയിലും തോൽവിയിലായിരുന്നു ഫലം. പല താരങ്ങളുടെയും മോശം പ്രകടനവും ടീം കോമ്പിനേഷനിലെ പിഴവുകളുമെല്ലാമാണ് അവർക്ക് തിരിച്ചടിയായത്. എങ്കിലും ഈ സീസണിൽ നിരാശപ്പെടുത്തിയ ചില കളിക്കാരെ അടുത്ത വർഷവും റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡ് നിലനിർത്തിയേക്കും. ആരൊക്കെയാവും ഈ കളിക്കാരെന്നാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം. യുവ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേലാണ് രാജസ്ഥാൻ റോയൽസ് അടുത്ത സീസണിൽ നിലനിർത്താനിടയുള്ള ഒരു പ്രധാന വ്യക്തി. ഒരു ഫ്ലോപ്പ് താരം എന്നാണ് പറയുന്നത്. ഈ സീസണിൽ റോയൽസിന്റെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിൽ ഒരാളാണെന്ന് അദ്ദേഹത്തെ തീർച്ചയായും പറയാൻ സാധിക്കും. കാരണം ഒരു കളിയിലൊഴികെ തന്നെ മറ്റൊന്നെങ്കിലും ബാറ്റിങ്ങിൽ ജുറേലിന് ക്ലിക്കായിട്ടില്ല. റോയൽസ് അവസാനം ജയിക്കേണ്ടിയിരുന്ന ചില മത്സരങ്ങളിൽ തന്നെ അദ്ദേഹം ടീമിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഈ സീസണിൽ റോയൽസിന്റെ 12 മത്സരങ്ങളിലും ബാറ്ററായ വിക്കറ്റ് കീപ്പറുമായും എല്ലാം തന്നെ ജുറേൽ കളിച്ചിട്ടുണ്ട്. ഇവയിൽ 11 ഇന്നിംഗ്സുകളിലാണ് താരം ബാറ്റ് ചെയ്തത്. ഇവയിൽ 31.12 എന്ന ശരാശരിയിൽ 143.47 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നേടിയത് 249 റൺസാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ റോയൽസ് തോറ്റ ആദ്യ കളിയിൽ നേടിയ 70 റൺസ് മാറ്റി നിർത്തിയാൽ മറ്റൊന്നിലും ജുറേൽ കാര്യമായി തിളങ്ങിയിട്ടുമില്ല. ജുറേലിനെ അടുത്ത സീസണിലും റോയൽസിൽ നിലനിർത്താൻ പോവുകയാണെന്നുള്ളത് പ്രധാന കാര്യമായി പറയാം. പ്രായവും പ്രതിഭയുമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് രാഹുൽ ദ്രാവിഡ് പറയുന്നു. ഭാവിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു എന്നതാണ് താരത്തിനെ സംബന്ധിച്ചൊരു വലിയ കാര്യമെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിലൂടെ ജുറേലിനെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. വെസ്റ്റ് ഇൻഡീസിൻ യുവർ മധ്യനിര ബാറ്റർ ഷിംറോൺ ഹെയ്റ്റ്മറാണ് അടുത്ത സീസണിലും ഒക്കെ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയിട്ടുള്ള രണ്ടാമത്തെ താരം. ധ്രുവ് ജുറേലിനൊപ്പം കഴിഞ്ഞ സീസണിന് ശേഷം വലിയ പ്രതീക്ഷകളോടെ റോയൽസ് നിലനിർത്തിയ താരമാണ് ഹെയ്റ്റ്മർ. ഫിനിഷറുടെ റോളിൽ നിന്നും ടീമിന് താരം മുതൽക്കൂട്ടായി മാറുമെന്ന് കരുതപ്പെട്ടിരുന്നു. പക്ഷേ ഫിനിഷറുടെ റോളിൽ മാത്രമല്ല, അങ്ങനെ പ്രത്യേകം ഒരു കുപ്പായത്തിലും ഒരു ഇമ്പാക്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ റോയൽസിന് വലിയൊരു ബാധ്യതയും കൂടി ഹെറ്റി മാറിയിരിക്കുകയാണ്. എങ്കിലും അടുത്ത സീസണിലും അദ്ദേഹത്തെ കൈവിടാനുള്ള സാധ്യതയില്ല. കാരണം T20 ഫോർമാറ്റിൽ ഏറെ അപകടകാരിയായ ബാറ്ററാണ് ഹെറ്റി. അദ്ദേഹത്തെ പോലെ ഫിനിഷിംഗിൽ തിളങ്ങാൻ സാധിക്കുന്നവർ തന്നെ വളരെ കുറവാണ്. അതിനാൽ ഹെയ്റ്റ്മറെ ഒഴിവാക്കിയാൽ പകരം മറ്റൊരാളെ അടുത്ത ലേലത്തിൽ തന്നെ ടീമിൽ എത്തിക്കുക എന്നത് റോയൽസിന് എളുപ്പമായിരിക്കില്ല. അതിനാൽ തന്നെ അടുത്ത സീസണിൽ ഒരു അവസരം തന്നെ കൂടി അദ്ദേഹത്തിന് റോയൽസ് നൽകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ സീസണിൽ നിരാശപ്പെട്ടുവെങ്കിലും അടുത്ത സീസണിലും രാജസ്ഥാൻ റോയൽസ് തുടരാനുള്ള 3ാമത്തെ താരം ശ്രീലങ്കൻ സ്പിന്നറായ മഹീഷ് തീക്ഷ്ണയാണെന്ന് പറയാം.